ഗസ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതായി അമേരിക്ക. കരാർ നടപ്പാക്കാൻ ഹമാസ് സന്നദ്ധമാകും എന്ന് പ്രതീക്ഷിക്കുന്നതായി US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചു. അവസാന ബന്ദിയുടെ മൃതദേഹം ഹമാസ് കൈമാറിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നും വിറ്റ്കോഫ് പറഞ്ഞു. ഇടക്കാല ഭരണ സംവിധാനം, ഹമാസിന്റെ ആദ്യഘട്ട നിരായുധീകരണം, ഗസ പുനർനിർമ്മാണം എന്നിവയാണ് രണ്ടാം ഘട്ടത്തിലുള്ളത്. കെയ്റോയിൽ ചേർന്ന ഹമാസ് ഉൾപ്പെടെ പലസ്തീൻ കൂട്ടായ്മകളുടെ യോഗം രണ്ടാം ഘട്ട വെടിനിർത്തലിന് പിന്തുണ അറിയിച്ചു. MCA നാസർ ചേരുന്നു. MCA, രണ്ടാം ഘട്ടത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? പ്രധാനമായിട്ട് ഇടക്കാല ഭരണ സംവിധാനം, ഹമാസിന്റെ നിരായുധീകരണം, ഗസയുടെ പുനർനിർമ്മാണം, ഇവയ്ക്കെല്ലാം പ്രാധാന്യം കൊടുത്ത ചർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ധന്യ, നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വത്തിനും ഒടുവിൽ അല്പം മുമ്പാണ് വൈറ്റ് ഹൗസിന്റെ പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത്. ആ പ്രഖ്യാപനത്തിൽ പറയുന്നത് ഇന്നു മുതൽ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ആണ്. നിരന്തരമായിട്ടുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിച്ചത്. അതുകൊണ്ട് എല്ലാ മധ്യസ്ഥ രാജ്യങ്ങൾക്കും, പ്രധാനമായും ഖത്തർ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ടാണ് വിറ്റ്കോഫ് ഈ രണ്ടാം ഘട്ടത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള വിളംബരം അറിയിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഇടക്കാല ഭരണസമിതി നിലവിൽ വരും എന്നതാണ്. ആ ഭരണസമിതിയുടെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം, അതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും അംഗങ്ങൾ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഇനിയും വന്നിട്ടില്ല. ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന ഒരു സമിതിക്കായിരിക്കും ഇനി ഭരണ മേൽനോട്ടം ഉണ്ടാവുക. ആ സമിതിയെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തുമെന്നാണ് സൂചന. അതോടൊപ്പം തന്നെയാണ് രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ഹമാസിന്റെ നിരായുധീകരണത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഏത് സ്വഭാവത്തിലായിരിക്കും ഈ നിരായുധീകരണ പ്രക്രിയ മുന്നോട്ട് പോവുക എന്നത് സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ സ്റ്റീവ് വിറ്റ്കോഫ് നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും സുപ്രധാനമായത് ഈ ഗസയുടെ 2 വർഷത്തിലധികം നീണ്ട യുദ്ധത്തിലൂടെ തകർന്ന ഗസയുടെ പുനർനിർമ്മാണത്തിന്റെ പ്രക്രിയക്ക് തുടക്കം കുറിക്കുന്നതും ഈ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായിരിക്കും എന്നതുകൂടി സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു വലിയൊരു കടമ്പയായിട്ട് ഇപ്പോൾ പോലും ബാക്കി നിൽക്കുന്നത് ഹമാസ് കൈമാറാനുള്ള ഒരു ബന്ദിയുടെ മൃതദേഹവുമായി ബന്ധപ്പെട്ടാണ്. ഈ ബന്ദിയുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് ഹമാസ് കൈമാറണമെന്ന് സ്റ്റീവ് വിറ്റ്കോഫ് പ്രത്യേകം തന്നെ ഇന്നത്തെ ഔദ്യോഗിക പ്രഖ്യാപന വേളയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ മൃതദേഹം കൈമാറുന്നില്ല എങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമായിരിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഹമാസിന് സ്റ്റീവ് വിറ്റ്കോഫ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണത്തിലും അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഈ അവസാന ബന്ദിയുടെ മൃതദേഹം ലഭിച്ചിട്ടില്ല എങ്കിൽ രണ്ടാം ഘട്ടവുമായിട്ട് സഹകരിക്കാൻ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് ഇസ്രായേലിലെ വിവിധ പാർട്ടികൾ നിലപാട് പ്രഖ്യാപിച്ചതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ രണ്ടാം ഘട്ടം നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിന്റെ പ്രായോഗികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. ആ നടപടിക്രമങ്ങളിൽ നേരത്തെ എല്ലാവരും പ്രതീക്ഷിച്ചത് അന്തർദേശീയ സൈന്യത്തിന്റെ വിന്യാസം ഈ രണ്ടാം ഘട്ടത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞത് നിലവിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല എന്നതാണ്. മറ്റൊരു ചോദ്യം കൂടി സ്റ്റീവ് വിറ്റ്കോഫിന് നേരെ ഉന്നയിക്കപ്പെട്ടു. അത് റഫ അതിർത്തി തുറക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. അക്കാര്യത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തുള്ള റഫ അതിർത്തി തുറക്കേണ്ടത് ഇസ്രായേൽ തന്നെയാണ് അക്കാര്യം തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു സ്റ്റീവ് വിറ്റ്കോഫ് ചെയ്തത്. എന്തായാലും ഈ വലിയ അനിശ്ചിതത്വത്തിനൊടുവിൽ ഈ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിച്ചു എന്നത് തങ്ങളുടെ ഇടപെടലിന്റെ വലിയൊരു വിജയമായിട്ടാണ് മധ്യസ്ഥ രാജ്യങ്ങൾ കണക്കുകൂട്ടുന്നത്. കെയ്റോയിൽ പലസ്തീൻ നേതാക്കളൊക്കെയും കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായിട്ട് നടന്ന യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിലും ഈ രണ്ടാം ഘട്ടത്തോട് പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ അവർ അറിയിക്കുകയാണ് ചെയ്തത്. ഹമാസും അതിനോട് പൂർണ്ണമായിട്ട് ചേർന്ന് നിന്ന് പോകാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ ഗസയിലേക്ക് സഹായ വസ്തുക്കൾ തടയുന്ന ഇസ്രായേലിന്റെ നടപടിക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണവും ഹമാസ് ഉൾപ്പെടെയുള്ള ഫലസ്തീൻ കൂട്ടായ്മകൾ രേഖപ്പെടുത്തി. അമേരിക്കയുടെ ഇടപെടൽ മുഖേന റഫയിലേക്ക് കൂടുതൽ റഫ അതിർത്തി തുറന്നുകൊണ്ട് കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും മറ്റ് സഹായങ്ങളും അടിയന്തരമായി എത്തിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി കെയ്റോയിൽ ചേർന്ന ഈ ഫലസ്തീൻ കൂട്ടായ്മകളുടെ യോഗം